പ്രസിഡന്റായി ചുമതലയേൽക്കാൻ പോകുന്ന സണ്ണി ജോസഫ് തൃശൂരിൽ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. നാളെയാണ് സണ്ണി ജോസഫ് ചുമതലയേൽക്കുന്നത്. കൂടെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിക്കപ്പെട്ട ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് എല്ലാവരുമുണ്ട്. കൂടെ TN പ്രതാപൻ ഉണ്ട്. തൃശ്ശൂരിലെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിലാണ് നാളെ ചുമതലയേൽക്കാൻ പോകുന്ന സണ്ണി ജോസഫ് പുഷ്പാർച്ചന നടത്തുന്നത്. വിവരങ്ങളുമായി ലെബി ചുമതലയേൽക്കാൻ പോകുന്ന KPCC നേതൃനിര ഇപ്പോൾ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ തൃശ്ശൂരിലെത്തി പുഷ്പാർച്ചന നടത്തുകയാണ്. സണ്ണി ജോസഫ് ഉണ്ട്, KPCC പ്രസിഡന്റായി അദ്ദേഹം നാളെയാണ് ചുമതലയേൽക്കുന്നത്. വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിതരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ തുടങ്ങിയ നേതാക്കളും എത്തിയിട്ടുണ്ട്. TN പ്രതാപൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നേരെ പുതുപ്പള്ളിയിൽ പോയി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും പുഷ്പാർച്ചന നടത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും പുതിയ നേതൃനിര നാളെ ചുമതലയേൽക്കാൻ പോവുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ എത്തിക്കൊണ്ടാണ് പുഷ്പാർച്ചന നടത്തുന്നത്. നമുക്ക് ലെബി സജീന്ദ്രനിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. ലെബി, പുതിയ നേതൃനിര അവർ ഉഷാറായി തന്നെ സംസ്ഥാന കോൺഗ്രസിനെ നയിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിന് മുന്നോടിയായി ഇപ്പോൾ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിലെത്തുന്നു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും എത്തി പുഷ്പാർച്ചന നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, അല്ലേ? കരുണാകരന്റെ സ്മൃതി മണ്ഡപമായാലും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപമായാലും കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു സന്ദർഭമാണത്. കരുണാകരനുമായി എക്കാലവും നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് കരുണാകരനുമായും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയായും രണ്ടുപേരുമായി നല്ല ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ്. തുടക്കത്തിൽ 92-ൽ സണ്ണി ജോസഫ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി കടന്നു വരുന്നത് അന്ന് ഉമ്മൻചാണ്ടിയുമായി അടുപ്പമുള്ള കാലത്തായിരുന്നുവെങ്കിൽ പോലും അതിനുശേഷവും അക്കാലത്തും എല്ലാം ഉമ്മൻചാണ്ടിയുമായും കരുണാകരനും ഒക്കെയായി ഒരുപോലെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ്. പ്രത്യേക ഒരു ഗ്രൂപ്പിന്റെ ഭാഗം എന്ന് കരുതി കടുത്ത നിലപാട് ഒന്നും പിന്നീട് ഇങ്ങോട്ട് സ്വീകരിച്ചിട്ടില്ല. 92-ൽ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാലം മുതൽ ഇങ്ങോട്ട് സുധാകരന്റെ കൂടെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഏതായാലും സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ, ഏറ്റവും വൈകാരികമായ ഒരു സന്ദർഭം തന്നെയാണ്. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആ കാലത്ത് വളർന്നു വന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഹൃദയബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി, തൃശ്ശൂരെത്തി, അവിടെ വന്ന പ്രണാമം അർപ്പിച്ച് അതിനുശേഷം പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ പ്രണാമം അർപ്പിച്ച് തന്നെ മാത്രമേ ഇത്തരത്തിലൊരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഹൃദയ ബന്ധമുള്ള ഒരു ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ നടക്കുന്നത് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം. വെങ്കി, ശരി, ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.